ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? എന്റെ വർഗീയവാദി സംഘി ഹിന്ദു ഉണ്ടല്ല, ഒരു പൊട്ടനുമല്ല. പൊട്ടനാരാന്നറിയാം? നിന്റെയൊക്കെ സംഘികളാണ്. അവർ മരപ്പൊട്ടന്മാരാണ്. അതാണ് നീയൊക്കെ പറഞ്ഞ പച്ച വർഗീയത കേൾക്കുമ്പോൾ കൈയടിക്കുകയും അതിനുവേണ്ടി തുള്ളിച്ചാടുകയും ചെയ്യുന്നത്. അല്ലാതെ ഒരു യഥാർത്ഥ ഹിന്ദുവും നീ പറഞ്ഞ പച്ച വർഗീയത കേട്ടിട്ട് ഒരു പരിപാടിക്ക് നിൽക്കൂല. പിന്നെ നീ പറഞ്ഞു മലപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന്. മലപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് നീടല്ല കുംഭമേളക്ക് വന്ന യഥാർത്ഥ ഹിന്ദുക്കളോട് ചോദിക്കണം. അപ്പൊ അവര് പറയും മലപ്പുറത്ത് നടക്കുന്നത് സ്നേഹമാണെന്ന്. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും കൂടി അവിടെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ മലപ്പുറം എന്ന സ്വർഗത്തിലേക്ക്, ആ സ്വർഗം നശിപ്പിക്കാൻ വേണ്ടി കുറെ സംഘികള്, താങ്കളെപ്പോലുള്ള കുറെ സംഘികള് കുറെ കാലമായി ശ്രമിക്കുന്നത്. പക്ഷെ അവിടെയുള്ള യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ ക്രൈസ്തവനും ഇന്ത്യയൊക്കെ മനസ്സിലിരിപ്പുണ്ടല്ല, ആ മനസ്സിലിരിപ്പ് തകർക്കുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും ഇന്ത്യയിൽ വ്യത്യസ്ത മതക്കാരായ, വ്യത്യസ്ത ആശയക്കാരും ആദർശക്കാരുമായ ആളുകൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലമാണ്. കൂട്ടത്തിൽ ദീർഘകാലം മുസ്ലിമീങ്ങളായ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ നാടാണ് ഇന്ത്യ. അപ്പോഴും ഇവിടെ എല്ലാവരും ഒരേ നിലയിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുകയുണ്ടായി. ഇന്ത്യയെ കീഴടക്കാനും ഇന്ത്യയെ പിടിച്ചെടുക്കാനും വേണ്ടി പല അധിനിവേശ ശക്തികളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, ബ്രിട്ടീഷുകാർ ലോകം മുഴുവനും അവരുടെ കോളനിവൽക്കരണത്തിലൂടെ ലോകം മുഴുവൻ അവരുടെ അധീനതയിലാക്കിയ സന്ദർഭത്തിൽ ഇന്ത്യയെയും പിടിച്ചടക്കാൻ വേണ്ടി വന്നു. ഇതെല്ലാം കുറഞ്ഞ കാലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇസ്ലാമിന്റെ ഭരണം, മുസ്ലിമീങ്ങളുടെ ഭരണം ഈ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നതാണ്. നാം ഒരു കാര്യം, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ ഫ്രഞ്ചുകാരോ ബ്രിട്ടീഷുകാരോ ഒക്കെ വന്ന് ഭരണം നടത്തിയപ്പോൾ ആ കാലത്തെല്ലാം ഇവരെ നാട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി ഇവിടത്തെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ചുകൂടി സമരത്തിനിറങ്ങുകയും അവരെയെല്ലാം ഈ നാട് വിട്ട് പോകണമെന്ന് പറഞ്ഞ് കെട്ടുകെട്ടിക്കുകയും ചെയ്തവരാണ്. ഓരോരോ കാലത്തും അതിന്റെയെല്ലാം മുന്നണി പോരാളികളായി മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. ഭരണം ഇതര മതസ്ഥരുടെ കയ്യിലാണെങ്കിൽ പോലും ഈ അധിനിവേശ ശക്തികളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് സമരം ചെയ്തപ്പോൾ, അതിനുവേണ്ടിയുള്ള യുദ്ധങ്ങൾ പോലും നടന്നപ്പോൾ അതിന്റെ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു. ചരിത്രം സാക്ഷിയാണ്. ചുരുക്കത്തിൽ അധിനിവേശ ശക്തികളെ മുഴുവനും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എപ്പോഴും സമരം നടന്നിട്ടുണ്ട്, ഈ കുറഞ്ഞ കാലങ്ങളിൽ അവർ ഭരണം നടത്തിയപ്പോൾ പോലും. എന്നാൽ അതിന്റെ മറുഭാഗം, മുസ്ലിമീങ്ങളായ രാജാക്കന്മാർ നൂറ്റാണ്ടുകൾ ഇവിടെ ഭരണം നടത്തി. പക്ഷേ ഈ ഇന്ത്യക്കാരായ, ഈ രാജ്യക്കാരായ ആളുകൾ ആരും, മുസ്ലിമീങ്ങളല്ലാത്ത എത്രയോ മതവിശ്വാസികൾ ഈ നാട്ടിൽ താമസിക്കുന്നു. അവരാണ് മുസ്ലിമീങ്ങളെ അപേക്ഷിച്ച് എല്ലാ കാലത്തും ഭൂരിപക്ഷ സമുദായമായി നിന്നത്. ഇന്ത്യയിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ല. എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ഇതര മതസ്ഥർ ഭൂരിപക്ഷമായിരുന്നു. ഈ ഭൂരിപക്ഷം മുഴുവനും മറ്റുള്ളവരായിരിക്കവേ തന്നെ ന്യൂനപക്ഷക്കാരായ മുസ്ലിമീങ്ങളായ രാജാക്കന്മാർ നൂറ്റാണ്ടുകൾ ഇവിടെ ഭരണം നടത്തിയിട്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ പരിശോധിച്ചാൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല ഈ ഭരണക്കാരായ മുസ്ലിമീങ്ങളെ നാട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടിയതായിട്ടോ ഒരു സമരം നയിച്ചതായിട്ടോ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. കാരണം ഇവിടെ മുസ്ലിമീങ്ങൾ ഈ നാട്ടുകാരെ കൊള്ളയടിക്കാനോ നശിപ്പിക്കാനോ ഇവരെ ഭിന്നിപ്പിക്കാനോ ഇവരിൽ നിന്നും പിടിച്ചു പറിക്കാനോ ഒന്നിനും വന്നവരല്ല. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ അവർക്ക് സമാധാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ജീവിതം അവർക്ക് ഉണ്ടാക്കിക്കൊടുത്ത് അവരെ എല്ലാവരെയും പരസ്പരം യോജിപ്പിച്ച് സഹകരിപ്പിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നവരാകാൻ വേണ്ടി ശ്രമിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഭരണമായിരുന്നു ഇവിടെ മുസ്ലിമീങ്ങൾ കാഴ്ചവെച്ചത്.
അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരോട് ഈ നാട് വിട്ട് പോകാൻ ആരും പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങളുടെ ഭരണത്തെ ആരും എതിർത്തിട്ടുമില്ല. ഇവിടെ അങ്ങനെ ഒരു സമരം നയിച്ച ചരിത്രവും ഇവിടെ ആർക്കുമില്ല. ഇതാണ് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പൊതുവായ നിലയിലുള്ള അവസ്ഥ. ഇസ്ലാമിന്റെ ഭരണത്തിന്റെ പൊതുവായ നിലയിലുള്ള അവരുടെ ഭരണമേന്മ. ഇന്നും മുസ്ലിമീങ്ങളുടെ ഭരണകാലത്തുള്ള അവരുടെ രേഖകൾ പരിശോധിച്ചാൽ ഈ നാട്ടിലെ ഇതര മതസ്ഥർക്ക് അവർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ, അവർ ചെയ്തു കൊടുത്ത സംവിധാനങ്ങളുടെ, സൗകര്യങ്ങളുടെ എല്ലാം രേഖകൾ വളരെ വിശാലമായ നിലയിൽ, പ്രശംസനീയമായ നിലയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതെല്ലാം ചരിത്രത്തിൽ നിന്ന് വളരെ ബോധപൂർവം മായ്ച്ചു കളയാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ശക്തമായ അജണ്ടകളോടുകൂടി പ്രവർത്തിച്ച ആളുകൾ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് അതിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി കളഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിമീങ്ങളായ നമ്മളും പെട്ടുപോയി. നമുക്കും ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിന്റെയോ ചരിത്രത്തെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തവരായ നിലയിൽ മറ്റാരോ പഠിപ്പിച്ചു തന്ന ആ പാഠങ്ങൾ മാത്രം പഠിച്ച് ഉരുവിടുന്നവരായിട്ട് നമ്മളും മാറിപ്പോയതാണ് നമുക്ക് പറ്റിയ വലിയ അബദ്ധം. നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ചരിത്രത്തിൽ നമുക്ക് പറ്റിയ വലിയ വീഴ്ച. ഇസ്ലാമിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ പഠിച്ചാൽ ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ഇസ്ലാം ഇവിടെ കൊടുക്കാൻ വന്നവരാണ്, ഒരിക്കലും വാങ്ങാൻ വന്നവരല്ല. ലോകത്തിന്റെ ചരിത്രം അതാണ്. ഇസ്ലാം എവിടെയും പോയി ഒന്നും വാങ്ങിയിട്ടില്ല, അവർക്ക് കൊടുത്തതല്ലാതെ. ഏതെല്ലാം രാജ്യങ്ങളിൽ ഇസ്ലാം കടന്നു ചെന്നിട്ടുണ്ടോ ആ രാജ്യങ്ങൾക്ക് മുഴുവനും ഇവർ കൊടുക്കുകയാണ് ചെയ്തത്. ഒന്നും അവരിൽ നിന്ന് വാങ്ങുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ആർക്കും പറയാനോ കാണിച്ചു തരാനോ സാധിക്കുകയുമില്ല. പക്ഷെ ഇസ്ലാമിന്റെ ഈ വികസനവും വളർച്ചയും അവരുടെ ഈ ആളുകളുടെ മനസ്സിലുള്ള ആകർഷണീയതയും കണ്ട് സഹികെട്ട ആളുകൾ ഇവരെ നശിപ്പിച്ച് ഇവർ ചെയ്തതിനെ മുഴുവനും മറച്ചു വെക്കുകയും അതിനെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ ഇതിനെ മോശമായി ചിത്രീകരിക്കാൻ ആവുന്നത് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത് വളരെ കൂടുതൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇന്ന് എത്തി നിൽക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രം നശിപ്പിച്ചത് മാത്രമല്ല, ഇനി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ വലിയ ആശങ്കയിലാണ്, വലിയ പ്രയാസത്തിലാണ്. എല്ലാവരും എന്തോ വലിയ ഭയത്തിൽ, വലിയ ഭീതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ ഒരിക്കലും അങ്ങനെ ഭയപ്പെടേണ്ടവരല്ല, പേടിക്കേണ്ടവരല്ല, ആരുടെയും ഭീഷണിക്ക് വശംവദരാകേണ്ടവരല്ല. ലോകത്തൊരിക്കലും ഒരു സ്ഥലത്തും മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ല, അപൂർവം ചില മുസ്ലിമീങ്ങളുടെ ഭരണം നടക്കുന്ന ഇസ്ലാമിന്റെ ചില രാജ്യങ്ങളിലല്ലാതെ. പൊതുവിൽ ലോകത്ത് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ല. അങ്ങനെ ആവുക എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനവുമല്ല. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, പക്ഷെ അവർ ഈ ഭൂരിപക്ഷത്തിന് മുഴുവനും കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. കൊടുക്കുകയും അവരെ വശീകരിക്കുകയും ചെയ്യും. അവരുടെ മനസ്സിൽ ആനന്ദവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കുറഞ്ഞ മുസ്ലിമീങ്ങളാണ്. നമുക്കറിയാമല്ലോ ഇസ്ലാമിന്റെ ആരംഭകാലം മുതലുള്ള ചരിത്രം. എത്രയോ പോരാട്ടങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടന്നിട്ടുണ്ട്, എത്രയോ സമരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനോ അടിച്ചേൽപ്പിക്കാനോ വേണ്ടിയല്ല, ഇസ്ലാമിനെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും നിലനിർത്താനും വേണ്ടിയുള്ള സമരങ്ങൾ മാത്രമേ ഇസ്ലാമിന്റെ പേരിൽ നടന്നിട്ടുള്ളൂ.